വെൽക്കം ടു ഏൺ മാർക്സ്. 2025 ഒക്ടോബർ ബാച്ചിലെ ബോസയുടെ ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം എക്സാമിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് OTP വെരിഫിക്കേഷൻ ആണ്. നമ്മുടെ ഒരു മൊബൈൽ നമ്പർ അടിച്ചിട്ട് OTP വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. ഈ OTP വെരിഫിക്കേഷൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സാമിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ എക്സാമിൻ്റെ ടൈമിൽ എക്സാമിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ID, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഈ ഫോൺ നമ്പർ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് പെർമനൻ്റ്ലി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് ആ നമ്പർ ഇൻവാലിഡ് ആണ്, അപ്പം അതിൽ കിട്ടൂല, OTP പോകില്ല, എന്തെങ്കിലും കുഴപ്പം കൊണ്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ മറ്റൊരു നമ്പർ കൊടുക്കാം. ആ നമ്പർ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. OTP വെരിഫിക്കേഷൻ ചെയ്യുന്ന നമ്പർ ഏതാണോ അത് വെച്ചിട്ടാണ് ഇനി എക്സാമിലേക്ക് ലോഗിൻ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഈ നമ്പറിൽ നമ്മൾ ഈ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അപ്പം നിങ്ങൾക്ക് വേറൊരു നമ്പർ വെച്ചിട്ടും OTP വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന മറ്റുള്ള ഏതെങ്കിലും അക്കാദമിക്സിലെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ OTP വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ലിങ്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കൗൺസിലേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യാം. OTP വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പം ഞാൻ പറയുന്ന സമയത്ത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്യുക. അതിൽ രജിസ്ട്രേഷൻ ID, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അതടിച്ചിട്ട് ചെക്ക് യൂസർ എന്നുള്ളൊരു ടാബ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ഇവരുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ രജിസ്ട്രേഷൻ ID കൊടുക്കുക. രജിസ്ട്രേഷൻ ID കൊടുത്തു, ഡേറ്റ് ഓഫ് ബർത്ത്, ചെക്ക് യൂസർ. അപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഇവിടെ ഡിഫോൾട്ടായിട്ട് കാണിക്കും. പിന്നെ നമ്മൾ ഫാദേഴ്സ് നെയിം അത് അടിച്ചു കൊടുക്കണം. ഫാദേഴ്സ് നെയിം അടിച്ചു കൊടുക്കുക. പിന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അത് 2 ലാംഗ്വേജ് ആണുള്ളത്, ഇംഗ്ലീഷും ഹിന്ദിയും. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ഇംഗ്ലീഷാണ് കൊടുക്കുക. അപ്പോൾ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക, ഇംഗ്ലീഷ് കൊടുക്കുക. പിന്നെ ടേക്ക് ഫോട്ടോ, അതിൽ നമുക്ക് വേണമെങ്കിൽ ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം, എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ആയതുകൊണ്ട് ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം. നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ താഴെയാണ് ഇമെയിൽ ID, ഫോൺ നമ്പറും. ഇമെയിൽ ID മാൻഡേറ്ററി അല്ല, അപ്പോൾ ഫോൺ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൊബൈൽ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിൻ്റെ താഴെ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്നുണ്ട്. അത് പെട്ടെന്ന് ആരും അത് നോക്കി എടുത്തു പോകരുത്. അപ്പം മൊബൈൽ വെരിഫൈ കൊടുക്കുക. 1 മിനിറ്റ് ടൈം ഉണ്ട്. അതിനുള്ളിൽ ഒരു OTP വരും. നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ അത് അടിച്ചു കൊടുക്കുക. ഈ 1 മിനിറ്റിനുള്ളിൽ തന്നെ ആ OTP അടിക്കാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ അത് പിന്നെ റീസെൻഡ് ചെയ്യേണ്ട കാര്യം വരും. ഓക്കെ, ഞാൻ കൊടുത്ത സ്റ്റുഡൻറ്റിൻ്റെ OTP വന്നിട്ടുണ്ട്. അപ്പോൾ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 124,639. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, മൊബൈൽ നമ്പർ വെരിഫൈഡ്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈഡ് ആയി. കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. ഓക്കെ, രജിസ്ട്രേഷൻ ഡൺ സക്സസ്ഫുള്ളി. അപ്പം ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പം സ്റ്റുഡൻസിൻ്റെ ഇത് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചെയ്തതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്യാൻ നോക്കുക. OTP വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് OTP വരുന്ന നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, OTP വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി എക്സാമിൻ്റെ ടൈമിലേക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് സബ്മിഷനാണ്. അസൈൻമെൻറ്റ് സബ്മിഷൻ കഴിഞ്ഞാൽ പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അപ്പം എല്ലാ സ്റ്റുഡൻസും മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഈ മോക്ക് ടെസ്റ്റ് എഴുതുന്നതിലൂടെ എക്സാമിലേക്കുള്ള ഒരു ഫിയർ നിങ്ങൾക്ക് ഉണ്ടാവില്ല. എക്സാം ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ മോക്ക് ടെസ്റ്റ് കൂടി കഴിയുന്നപ്പം നിങ്ങൾ ഇത്ര ഈസി ആണോ എന്ന് വിചാരിക്കും. അപ്പം മോക്ക് ടെസ്റ്റ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ ടു ഉച്ചവരെ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ അതാത് സ്റ്റുഡൻസ് അവരുടെ സബ്ജക്റ്റും ടൈമും ഒക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് രാവിലെ 9 മണിക്കാണെങ്കിൽ കറക്റ്റ് 9 to 9:30 ഉള്ളിൽ തന്നെ ലോഗിൻ ചെയ്യാൻ നോക്കുക. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ 2 മണി to 2:30 അതിൻ്റെ ഉള്ളിൽ ലോഗിൻ ചെയ്യാൻ നോക്കുക. പിന്നെ രജിസ്ട്രേഷൻ ID, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ മൊബൈൽ നമ്പർ OTP വെരിഫിക്കേഷൻ ചെയ്ത മൊബൈൽ നമ്പർ പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് എക്സാമിലേക്ക് ഇരിക്കാം. അപ്പം എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബോസിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, ഈ OTP വെരിഫിക്കേഷൻ സംബന്ധിച്ചോ അസൈൻമെൻറ്റ് സംബന്ധിച്ചോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കൗൺസിലേഴ്സായിട്ട് കോൺടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ലോങ് വീഡിയോ ആയിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ടും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.